ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത്ത് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, ഞാൻ കരുതി ഇനി കോടതിയിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന്. ഇന്നലെ ആ സിദ്ധുവിനെ കോടതിയിൽ കൊണ്ടുവരുന്നത്, ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ ശരത്ത് പറയുന്ന, അവന് ജാമ്യം കിട്ടിയാൽ എന്ത്, കിട്ടിയില്ലെങ്കിൽ എന്ത്, എനിക്കതൊന്നും അറിയണ്ട. എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ വരാനുള്ളതൊക്കെ വന്നില്ലേ, ഇനിയിപ്പോൾ എന്തായാലെന്ത്. ഇപ്പോൾ മുത്തശ്ശി പറയണ, അതിന് പ്രഭാവതിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, പ്രഭാവതി മരിച്ചില്ലല്ലോ. പിന്നെ മുത്തശ്ശി, ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ നാളെ എൻ്റെ അമ്മയ്ക്ക് എന്തും സംഭവിക്കാലോ. ഇതിനൊക്കെ ആ ദേവിക കൂട്ടുനിന്നതിനാണ് എനിക്ക് ദേഷ്യമുള്ളത്. അവളോട് ഒരു തെറ്റും എൻ്റെ അമ്മ ചെയ്തിട്ടില്ല. മോനെ, നീ അതോർത്ത് വിഷമിക്കേണ്ട. ദൈവം ഉറപ്പായും അതിനുള്ള ശിക്ഷ അവൾക്ക് കൊടുത്തിരിക്കും. അല്ല മോനെ, പ്രഭാവതിക്ക് അപകടം പറ്റുന്ന തലേ ദിവസം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അപ്പോൾ പെട്ടെന്ന് ശരത്തങ്ങ് പതറുകയാണ്. മുത്തശ്ശിയോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? അല്ല, ആ പ്രിയ പറയുന്നുണ്ടായിരുന്നു, മോനും അമ്മയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടായി എന്നും, എന്നിട്ട് പ്രഭാവതി എന്തോ തീരുമാനിച്ചുറപ്പിച്ചു എന്നും, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പ്രിയ പറയുന്നുണ്ട്. എല്ലാം ശുദ്ധ കള്ളമാണ് മുത്തശ്ശി. എന്തിനാണെന്നോ അവരിതൊക്കെ പറഞ്ഞു പരത്തുന്നത്? ഞാനും അമ്മയും രസത്തിലല്ല എന്ന് പറഞ്ഞാലല്ലേ ആ സിദ്ധുവിനെ അവർക്ക് പുറത്തിറക്കാൻ കഴിയൂ. ഞാനിതങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല. എൻ്റെ അമ്മയോട് ചെയ്തതിന് അവരോടൊക്കെ ഞാൻ കണക്ക് ചോദിച്ചിരിക്കും. അപ്പോൾ മുത്തശ്ശി പറയണ, മോന് വെറുതെ ബഹളത്തിനൊന്നും പോവേണ്ട. സിദ്ധുവിനെ ഏതായാലും പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ, ഇനി നിയമം നോക്കിക്കോളും. നീ വെറുതെ അതിൽ പോയൊന്നും പ്രശ്നത്തിൽ ചാടാൻ നിൽക്കണ്ട. പാവായിരുന്നു മുത്തശ്ശി എൻ്റെ അമ്മ, എനിക്കിപ്പോൾ ആരുമില്ലാതായില്ലേ. അയ്യോ മോനെ, അങ്ങനെ പറയല്ലേ, നിനക്ക് ഞാനില്ലേ, ഈ മുത്തശ്ശി ഇല്ലേ. അത് പിന്നെ മുത്തശ്ശി അമ്മയോളം വരില്ലല്ലോ അമ്മൂമ്മ, എന്നാലും കുഴപ്പമില്ല, എനിക്കിനി എൻ്റെ എല്ലാം മുത്തശ്ശി തന്നെയാണ്. സ്വന്തമെന്ന് പറയാൻ ജീവിതത്തിൽ ആരെങ്കിലും ഒക്കെ വേണ്ടേ, എനിക്കിനി എല്ലാം എൻ്റെ മുത്തശ്ശി തന്നെയാണ്. എന്ന മോന് പോയി കഴുകി വാ, ഞാൻ നിനക്കുള്ള ഭക്ഷണം എടുത്തു വെക്കാം. എനിക്ക് വേണ്ട മുത്തശ്ശി, എന്നാലും മുത്തശ്ശി പറഞ്ഞതല്ലേ, മുത്തശ്ശി വിളമ്പി വെക്ക്, ഞാൻ ഭക്ഷണം വേണ്ടെങ്കിലും വന്ന് കഴിച്ചോളാം എന്ന് പറയട്ടോ. അങ്ങനെ മുത്തശ്ശി ശരത്തിനുള്ള ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം മുത്തശ്ശി ശരത്തിനോട് ചോദിക്കുന്ന, അല്ല നിനക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് മോന് നന്നായിട്ട് തന്നെ ഭക്ഷണം കഴിച്ചല്ലോ. അത് പിന്നെ എനിക്ക് സങ്കടം വന്നാൽ അങ്ങനെയാണ് മുത്തശ്ശി, എനിക്ക് നന്നായിട്ട് തന്നെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ സന്തോഷം വന്നാലോ, സന്തോഷം വന്നാലും എനിക്ക് നന്നായിട്ട് തന്നെ മുത്തശ്ശി ഭക്ഷണം കഴിക്കണം. പിന്നീട് കോടതിയിൽ നിന്നും വിധി വരികയാണ്. സിദ്ധുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്നുള്ളത്. സാഹചര്യ തെളിവുകൾ എല്ലാം തന്നെ സിദ്ധുവിനെതിരായതുകൊണ്ട് തന്നെ 14 ദിവസത്തേക്ക് പ്രതിയെ റിമാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞതോടെ ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. അപ്പോൾ ദേവികയ്ക്കും പ്രിയയ്ക്കും രംഗനും വളരെ വിഷമാവാണ്. ചന്ദ്ര ദേവികയുടെ അടുത്തേക്ക് വന്നിട്ട് പറയണേ, ഇപ്പോൾ എന്തായിടി, ദൈവമുണ്ട് എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സിദ്ധുവിന് ഇങ്ങനെ ഒരു ശിക്ഷ ലഭിച്ചത്. ഇപ്പോൾ സിദ്ധു ഇനി പോവാൻ പോകുന്നത് എൻ്റെ വിഷ്ണു കിടക്കുന്ന അതേ ജയിലിലേക്ക് തന്നെയാണ്. അധികം വൈകാതെ തന്നെ നിനക്കും പോവാം സെൻട്രൽ ജയിലിലേക്ക്. അത് കേട്ടപ്പോൾ ദേവിക, ആഗ്രഹങ്ങളൊക്കെ നല്ലത് തന്നെയാണ് ചന്ദ്രേ, പക്ഷെ അത് നടക്കണമെന്ന് വാശി പിടിക്കരുത്. എന്താ എന്നെ കുറിച്ച് കരുതിയത്? ഈ വിധി കേട്ടാൽ ഞാനങ്ങ് ബോധം കെട്ട് വീഴുമെന്നോ? എന്ത് വലിയ പ്രശ്നം വന്നാലും അതൊക്കെ നേരിടാനുള്ള മനസ്സുറപ്പ് എൻ്റെ ഈ മനസ്സിനുണ്ടടി. എൻ്റെ സുധിയേട്ടൻ മരിച്ചപ്പോൾ മുതൽ കാണല് തുടങ്ങിയതാണ് തിരിച്ചടിയുടെ ഒരു പരമ്പര. എന്നിട്ടും ഞാൻ പിടിച്ചു നിന്നില്ലേ. പിന്നെ നീ വലിയ കാര്യത്തിൽ പറഞ്ഞല്ലോ, വിഷ്ണു കിടക്കുന്ന അതേ ജയിലിലേക്കാണ് ഇവനെ കൊണ്ടുപോയിട്ടുള്ളത് എന്ന്. നിനക്ക് ഇതുവരെ വിഷ്ണുവിനെ പുറത്തിറക്കാൻ കഴിഞ്ഞോടി? ഇല്ലല്ലോ. പക്ഷേ എൻ്റെ സിദ്ധുവിനെ ഞാൻ എത്രയും പെട്ടെന്ന് സിദ്ധുവിനെ ഞാൻ പുറത്തിറക്കിയിരിക്കും. ഓ, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, നിനക്ക് ജാമ്യം കിട്ടുമോ എന്നുള്ളത്. നിനക്ക് ഒരിക്കലും അതിന് കഴിയില്ല. ഇപ്പൊ നീ സ്പെഷ്യൽ കോർട്ടിൽ നിന്നും വാങ്ങുമ്പോഴത്തേക്കും അതിനും ഒരുപാട് ദിവസങ്ങൾ കഴിയും. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് സിദ്ധു വരുന്നത്. അയ്യോ, സിദ്ധുവിനെ ഇങ്ങനൊരവസ്ഥയിൽ കാണേണ്ടി വരുമെന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഞാൻ എപ്പോൾ സിദ്ധുവേട്ടൻ്റെ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടോ അപ്പം മുതൽ സിദ്ധുവേട്ടന് കഷ്ടകാലം തുടങ്ങിയില്ലായി മാത്രം കോടതിയിലേക്ക് വന്നിരുന്ന സിദ്ധുവേട്ടന് ഇപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥയും. ഇനിയിപ്പോൾ എന്തായാലും സിദ്ധുവേട്ടൻ പേടിക്കേണ്ട, വിഷ്ണു ഉണ്ടാവും സിദ്ധുവേട്ടന് കമ്പനിക്ക് അവിടെ. വിഷ്ണു എന്തായാലും കമ്പനി തരാതിരിക്കില്ല. നീ അങ്ങനെ എന്നെ വല്ലാതെ കളിയാക്കൊന്നും വേണ്ട. എല്ലാ കാലവും ഞാൻ ജയിലിൽ തന്നെ കിടക്കുമെന്ന് നീ കരുതണ്ട. ഞാൻ പുറത്തിറങ്ങുക തന്നെ ചെയ്യും. യഥാർത്ഥ കുറ്റവാളി ആരാണെങ്കിലും അവനെ ഞാൻ പിടിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ചന്ദ്ര പറയണേ, ഈ സമയത്തും ഇങ്ങനെയുള്ള വീരവാദങ്ങൾ കേൾക്കാൻ നല്ല രസമാണ്. ആയാലും ജയിലിൽ കിടന്നിപ്പോൾ അരിയുണ്ട കഴിച്ചേക്ക്. ഇനിയിപ്പോൾ ജയിൽ ജീവിതം നല്ല ഒരു ജീവിതമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദേവികയോട് സിദ്ധു യാത്ര പറയണ, ഞാൻ പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ ദേവികയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട്. പക്ഷേ ദേവിക ആ സങ്കടമെല്ലാം കടിച്ചമർത്തുകയാണ്. പിന്നീട് ചന്ദ്ര ശരത്തിന്റെ ഫോണിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ, കോടതിയിലുണ്ടായ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു
കൊടുക്കണം. അത് കേട്ടപ്പോൾ ശരത്ത് പറയണേ, ഇതിപ്പോൾ എന്തായാലും നന്നായുള്ളൂ, 14 ദിവസത്തേക്ക് ഇനിയിപ്പോൾ അവൻ്റെ ശല്യം ഉണ്ടാവില്ലല്ലോ. പക്ഷേ അങ്ങനെ അങ്ങ് സന്തോഷിക്കാനൊക്കെ വരട്ടെ. ആ ദേവികയില്ലേ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അവൾ സ്റ്റേഷനിലേക്കാണ് പോയിട്ടുള്ളത്, എന്തോ പറയാനാണത്രേ. ഇനി അവൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ അങ്ങ് വിട്ടുകളയേണ്ട ശരത്തെ. എപ്പോഴും സിദ്ധു കുറ്റം സമ്മതിച്ചിട്ടില്ല എന്നുള്ളത് ഓർക്കണം. അപ്പോൾ പിന്നെ പോലീസിന് കേസ് എങ്ങനെ വേണമെങ്കിലും എൻ്റെ വഴി തിരിച്ചു വിടാം എന്നുള്ളത് നിനക്ക് അറിയാവുന്നതല്ലേ. പിന്നെ ആ ദേവികയെ സഹായിക്കുന്നത് മുഴുവനും ആ നിരഞ്ജനാണ്, അതുകൊണ്ട് നീ സൂക്ഷിക്കണം. അത് കേട്ടപ്പോൾ ശരത്ത് പറയണം, അയാൾ കുറേ ആയല്ലോ, അയാളെയാണ് ഇനി അടുത്തത് ഉന്നം വെക്കേണ്ടത്. നീ വെറുതെ വിഡ്ഢിത്തരം കാണിക്കാൻ നിൽക്കേണ്ട ശരത്തെ. സിദ്ധു തന്നെ അകത്തായത് വലിയ കാര്യമാണ്. ഇനിയിപ്പോൾ ദേവിക പതിയെ പതിയെ തളർന്നു തുടങ്ങിക്കോളും. അവൾ തളർന്നാൽ അത് എനിക്കാണ് ഗുണം. അത് കേട്ടപ്പോൾ ശരത്ത് പറയാണ്, എല്ലാവർക്കും ഗുണമുണ്ട്, എനിക്ക് മാത്രമാണ് തീ തിന്ന് ജീവിക്കേണ്ടി വരുന്നത്. എല്ലാ പ്രശ്നങ്ങളും ഉടനെ തന്നെ മാറും ശരത്തെ. അതുവരെ നീ ഒന്ന് കാത്തിരിക്ക്. എത്രയാന്ന് വെച്ചാ കാത്തിരിക്കുന്നത്? ഇപ്പൊ തീരും വേണ്ടി ഇതുവരെയും ഒന്നുമായില്ല. സത്യം പറഞ്ഞ എനിക്ക് മടുത്തു. എന്തായാലും എനിക്ക് ഉടനെ തന്നെ കുറച്ച് കാശ് വേണം. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം ശരത്തെ, നീ ഒന്ന് ക്ഷമിക്ക്. ആദ്യം ദേവിക എന്തിനാണ് സ്റ്റേഷനിലേക്ക് പോയത് എന്ന് നീ അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഫോൺ വെക്കുകയാണ്. ഇത് മുത്തശ്ശിയും ശരത്തും സംസാരിക്കുമ്പോഴാണ് മനോഹരം വരുന്നത്. നീ എപ്പോഴാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് നേരമായി. ആ, നീ അറിഞ്ഞില്ലേ സിദ്ധുവിനെ റിമാൻഡ് ചെയ്തത്? ആ, ഞാനറിഞ്ഞു. ചെയ്യാത്ത തെറ്റിനാണ് സിദ്ധു ഇപ്പോൾ അകത്ത് കിടക്കുന്നത്. കൊണ്ട് സിദ്ധു പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു വരിക തന്നെ ചെയ്യും. അപ്പോൾ മുത്തശ്ശി, ഓ നമുക്ക് കാണാം. അല്ല, സിദ്ധു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നാണ് മുത്തശ്ശി ഞാൻ ചിന്തിക്കുന്നത്. ആ, ചിലപ്പോൾ ആ ദേവികയെ തൃപ്തിപ്പെടുത്താനായിരിക്കും. എന്തായാലും ദേവിക ചെയ്തത് ഒട്ടും ശരിയായില്ല. എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കിയ അവന് വേണ്ടി കോടതിയിലേക്ക് ദേവിക പോയത് അത് ശരിയായില്ല. അവളോടൊപ്പം ആ കൂട്ടിന് പ്രിയയും പോയിരിക്കുന്നു. അത് ശരിയാണ് മനോഹര ശരത്ത് പറഞ്ഞത്. അവര് ഇവനോടല്ലേ കൂറ് കാണിക്കേണ്ടത്? എന്തിനാണ് സിദ്ധുവിനെ നോക്കാൻ വേണ്ടി അവിടേക്ക് പോയത്? അപ്പോൾ സിദ്ധു തെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. അത് പിന്നെ അച്ഛാ, CCTV നല്ല വ്യക്തമായിട്ടുണ്ടല്ലോ. അതിന് സിദ്ധു ആണ് ആ കാർ ഓടിച്ചത് എന്നുള്ളത് CCTV കാണുന്നില്ലല്ലോ. എങ്കിൽ അവർക്കത് പറയാലോ. എന്തുകൊണ്ടാണ് അവരത് പറയാതിരിക്കുന്നത്? അല്ല മുത്തശ്ശി, അത് തന്നെ, അവൻ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. മനോഹരൻ പറയാണ്, ദേവികയുടെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാണ് സിദ്ധു. അവൻ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അവനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദേവികയ്ക്കുണ്ട്. ആ, അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം വരാതിരിക്കില്ല. അപ്പോൾ പിന്നെ നെല്ലേതാ പതിരേതാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം എന്നും പറഞ്ഞ് മനോഹരം പോവുകയാണ്. പിന്നീട് സ്റ്റേഷനിലെത്തിയ ശേഷം ദേവികയോട് പോലീസ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. ഞങ്ങൾക്കും സിദ്ധു അകത്ത് പോയതിൽ വിഷമമുണ്ട്. പക്ഷേ വക്കീലിനെതിരെയാണ് എല്ലാ തെളിവുകളും. പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്? അല്ല, ഞാൻ ചില കാര്യങ്ങളൊക്കെ ദേവികയോട് ചോദിക്കുകയാണ്. പ്രഭാവതിയും ദേവികയും എങ്ങനെയായിരുന്നു? അത് കേട്ടപ്പോൾ ദേവിക പറയണേ, എന്താ സാറിന് കൂടി അകത്താക്കണം എന്നുണ്ടോ? എങ്കിൽ ആദ്യമേ തന്നെ സാർ അത് പറയണം. അതിനുള്ള തയ്യാറെടുപ്പ് എടുക്കാമല്ലോ. അതുകൊണ്ടാണ്. ഞാനും പ്രഭാവതി അമ്മയും തമ്മിൽ ആദ്യമൊന്നും അത്ര രസത്തിലായിരുന്നില്ല. പക്ഷേ പിന്നീട് പ്രഭാവതി അമ്മയ്ക്ക് ശരത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയതോടെ അവർക്ക് പശ്ചാത്താപവും കുറ്റബോധവും വന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ പ്രഭാവതി അമ്മ ശരത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം അതിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസറോട് സംസാരിക്കാനാണ് ഞാനും പ്രഭാവതി അമ്മയും അന്ന് പോയത്. ആ സമയത്ത് ഞങ്ങളൊരു ഓട്ടോ നോക്കി കിട്ടിയില്ല. അതുകൊണ്ടാണ് ബസ് സ്റ്റാൻഡ് വരെ നടക്കാമെന്ന് കരുതിയത്. ആ സമയത്താണ് ഒരു കാറ് വന്നിടിച്ചത്. പക്ഷേ അതിലൊരു ദുരൂഹതയുണ്ട് സാർ, അത് സാറ് കണ്ടുപിടിക്കണം. കാരണം പ്രഭാവതി അമ്മയുടെ മോൻ ശ്രാവണ്ണ കൊല്ലാൻ പോലും മടിയില്ലാത്തവനാണ് ശരത്ത്. എൻ്റെ സുധിയേട്ടൻ മുതൽ അങ്ങനെ നിരവധി ഒരുപാട് പേരെ ശരത്ത് കൊന്നു തള്ളിയിട്ടുണ്ട്. അതിൽ ശ്രാവണും ഉൾപ്പെടും. അത് കേട്ടപ്പോൾ പോലീസ് അങ്ങ് ഞെട്ടിപ്പോണേ. എന്ത്, ശ്രാവണോ? അതെ, പ്രഭാവതി അമ്മയുടെ മകൻ ശ്രാവണെ പോലും കൊല്ലാൻ മടിയില്ലാത്തവനാണ് ശരത്ത്. അങ്ങനത്തെ അവന് പിന്നെ അമ്മയെ കൊല്ലാൻ മടിയുണ്ടാവാതിരിക്കില്ലല്ലോ. ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് സാർ. സിദ്ധു ഒരു തെറ്റും ചെയ്തിട്ടില്ല. സാർ ഒന്നുകൂടി ഇത് അന്വേഷിക്കണം. അപ്പോൾ പോലീസ് പറയണ, ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഞങ്ങൾ വീണ്ടും ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാം. ഞങ്ങൾ എപ്പോൾ വിളിച്ചാലും ദേവിക ഇവിടേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ദേവിക സ്റ്റേഷനിൽ നിന്നും പോകുന്നത്. പിന്നീട് മനോഹരൻ്റെ വീട്ടിലേക്ക് ശരത്ത് ഏർപ്പാടാക്കിയ ഒരു വ്ളോഗർ വരികയാണ്. എന്നിട്ട് മുത്തശ്ശിയോട്, ഇവിടെ ശരത്ത് ഇല്ലേ, ശരത്തിൻ്റെ വീടല്ലേ ഇത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആരാ, എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പോഴത്തേക്കും ശരത്ത് പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ശരത്ത് ചോദിക്കുകയാണ്, എന്താണ് ആരാണ്? ഞാനാണ് ശരത്ത് എന്നൊക്കെ പറയുമ്പോൾ, ഞാനൊരു വ്ളോഗറാണ്, നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാനാണ്. എനിക്കിപ്പോൾ അതിനുള്ള താല്പര്യമൊന്നുമില്ല. മാനസികമായിട്ട് ഞാൻ ആകെ തളർന്നിരിക്കുകയാണ്. അപ്പോൾ ആ വ്ളോഗർ ചോദിക്കുന്ന, അല്ല, നിങ്ങളുടെ അമ്മയുടെ അവയവങ്ങളൊക്കെ നിങ്ങൾ ദാനം ചെയ്യാനിരുന്നതല്ലേ? അതെ, ഞാൻ അങ്ങനെ ചെയ്യാനിരുന്നതെന്ന്. പാവം പിടിച്ച ഒരുപാട് പേർക്ക് അവയവങ്ങൾ ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, അമ്മയ്ക്കിപ്പോൾ ഒരു
കുഴപ്പവുമില്ലല്ലോ. ഞാൻ പിന്നെ എൻ്റെ അമ്മയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് അയക്കാനും തീരുമാനിച്ചതാണ്. പക്ഷേ അതൊന്നും നടന്നില്ല. അത് കേട്ടപ്പോൾ മുത്തശ്ശി തന്നെ അങ്ങ് അതിശയിച്ചു പോവാട്ടെ. ഇവൻ എന്താ ഇങ്ങനെ പറയുന്നത്? സ്വന്തം അമ്മ രക്ഷപ്പെട്ടതിന് ഇവൻ സന്തോഷിക്കുകയല്ല. സ്വന്തം അമ്മയുടെ അവയവങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ദാനം ചെയ്യാത്തതിനാണ് അവന് കുറ്റബോധം എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ മുത്തശ്ശി ശരത്തിൻ്റെ ആ സംസാരം കേൾക്കുമ്പോൾ ഒന്ന് നോക്കി നിൽക്കുന്നത്. അങ്ങനെ ശരത്ത് ഏർപ്പാടാക്കിയ ആ വ്ളോഗർ എല്ലാം ശരത്ത് പറയുന്നത് മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയാണ്. എന്നിട്ട് സിദ്ധുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. എല്ലാം ആ വക്കീലാണ് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അപകടം വരുത്തിയത്, വക്കീലാണ് എന്നൊക്കെ പറഞ്ഞ് വക്കീലിനെയും ദേവികയെയും കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം മുത്തശ്ശി അയാൾക്ക് കുടിക്കാനുള്ള വെള്ളം എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോവാണ്. അങ്ങനെ സംസാരം കഴിഞ്ഞ ശേഷം ശരത്ത് അതിനുള്ള അഡ്വാൻസ് കൊടുക്കുകയാണ് കേട്ടോ. അത് കണ്ടും കൊണ്ടാണ് ഇനി അവിടേക്ക് മനോഹരം വരുന്നത്. അത് കണ്ടപ്പോൾ നീ ആരാടാ എന്നങ്ങ് ചോദിക്കുകയാണ്. അത് പിന്നെ എന്നോട് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാനൊക്കെ എന്നോട് പറഞ്ഞു. അതിനുവേണ്ടി എനിക്ക് 25,000 രൂപ തരാമെന്നാണ് പറഞ്ഞത് ശരത് സാറ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻസ് തുകയാണോ ഇത്? അതെ, അഡ്വാൻസ് തുകയാണ്. എങ്കിൽ നീ എടുത്ത വീഡിയോ മുഴുവൻ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്. ഇതുപോലെ കള്ളം പറയാൻ ഞങ്ങൾക്കും കഴിയും. അങ്ങനെ ഒരു വ്ളോഗറെ വിളിച്ച് ഇവൻ്റെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഇവൻ നാളെ അകത്താണ്. ഞങ്ങൾക്കും അറിയാം അതിനൊക്കെ. മര്യാദയ്ക്ക് നീ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യേ എന്നങ്ങ് പറയട്ടോ. അങ്ങനെ മനോഹരൻ പറഞ്ഞ ആ വാക്കുകൾ കേട്ടതോടുകൂടി ശരത്ത് അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്.